അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഗ്രാഫിന്റെ പ്രവർത്തകർ ഇന്ന് കൊടികുത്തി മലയിലാണുള്ളത്. കൊടികുത്തി മല ഇക്കോ ടൂറിസം, ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നതാണ്. വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ ഗ്രാഫിന്റെ പ്രവർത്തകർ ഇന്ന് വന്നിട്ടുള്ളത് അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ കൊടികുത്തി മലയുടെ മനോഹാരിതയെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങൾ കടന്നുകയറ്റം ഒരുപാട് ഏരിയകളിൽ മുൾച്ചെടികളൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇന്ന് ഗ്രാഫിന്റെ പ്രവർത്തകർ ഏകദേശം 50ഓളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഈ അധിനിവേശ സസ്യങ്ങളും ആ മുൾച്ചെടികളൊക്കെ എടുത്തു മാറ്റുന്ന, അല്ലെങ്കിൽ അതെല്ലാം ഇവിടുന്ന് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഗ്രാഫ് ചെയ്യുന്നത്. നമ്മൾ നടന്നു വരുന്ന സമയത്താണ് ഈ ആനത്തൊട്ടാവാടിയുടെ വളരെയധികം സാധനം കാണുന്നത്. അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മൾ സുഹൃത്തുമായി സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം, ഒരു ഇൻഫർമേഷൻ വേണ്ടി മാത്രം. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റ് തദ്ദേശീയ സസ്യങ്ങളെ അവർക്ക് വേണ്ട വളവും വെളിച്ചവും അതേപോലെ തണുപ്പും എല്ലാം വലിച്ചെടുത്തുകൊണ്ട് വളർന്ന് വലുതായി മറ്റവരെ ഉന്മൂലനം ചെയ്യുന്ന ആളുകളാണ് ഈ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ആനത്തൊട്ടാവാടി എന്ന് പറയുന്ന സാധനം നമ്മുടെ അമേരിക്കയിൽ ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പക്ഷേ ഇതിന് രണ്ട് തരം സാധനങ്ങളുണ്ട്. ഇതിൽ മുള്ളുള്ള ടൈപ്പും ഉണ്ട്, മുള്ളില്ലാത്ത ടൈപ്പും ഉണ്ട്. മുള്ളില്ലാത്ത ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഇടുക്കി പോലുള്ള മേഖലകളിൽ, നമ്മുടെ തോട്ടം മേഖലകളിൽ നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടി ഇതിനകത്തും നമുക്ക് ഓരോ മുള പോലെ ഉണ്ടാവും. അപ്പോൾ നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടി നമ്മൾ അറിയാതെ അങ്ങനെ നമ്മൾ പല അധിനിവേശ സസ്യങ്ങളും വന്നിട്ടുള്ളത് അങ്ങനെ വെച്ചിരുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ വന്ന ഒരാളും കൂടിയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ജോമെട്രി പ്രോഗ്രഷൻ്റെ പോലെയാണ്, അത്ര പെട്ടെന്ന് വലുതാവും. അപ്പോൾ ഒരു ആന പോലും ഇത് ഉള്ള ഭാഗത്തൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് ആനത്തൊട്ടാവാടി എന്നൊരു പേര് വന്നെന്ന് പറയുന്നത്. ഇത് ഏറ്റവും രസകരമായൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലത്ത് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന വിത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 ലക്ഷത്തിൽ അധികമാണ് വിത്തുകൾ ഉണ്ടാക്കുന്ന ഈ സാധനം. ഇത് നമുക്ക് 50 വർഷം ഇതിൽ ജെർമിനേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. 50 വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം ഭീകരമാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, എത്ര എണ്ണം അടുത്തടുത്ത് നിറച്ചുണ്ടാവും. നിങ്ങൾ പോകുമ്പോൾ കാണാം, നിറച്ച് കാണും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ കണ്ടീഷൻ ഇത് വിട്ട് കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കൊണ്ട് നമ്മുടെ കൊടികുത്തിമലയുടെ അവസ്ഥ വളരെ മോശമാവും എന്ന് നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതിനെന്ത് സൊല്യൂഷൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിരവധി ക്ലബ്ബുകളുണ്ട്, NSS യൂണിറ്റുകളുണ്ട്, അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന രതീഷ് നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപ്രവർത്തനമാണ്, പണ്ട് മുതലേ സഹപ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞ സംഘടന രൂപപ്പെട്ടതും ഫേസ്ബുക്കുകളിലൂടെ നിങ്ങൾ ഓരോ പരിപാടികളും ശബരിമല ട്രെയിനിങ് ഉൾപ്പെടെ തെന്മല ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാച്ച് ചെയ്തിരുന്നു. അപ്പോഴും നമുക്ക് ഒരു പക്ഷേ നമ്മുടെ മനസ്സിലുള്ളത് തികച്ചും ഇത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ജൂൺ 5-ന് നിങ്ങളുടെ മലപ്പുറം ടീം ഞങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ്. മുള്ളിൽ വെക്കാൻ വേണ്ടി വന്നതാണെങ്കിലും അവർ ചെയ്ത ഒരു വർക്കുണ്ട്, അത് നമ്മളെ മനസ്സ് തട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗ്രാഫ് തന്നെ ഇത് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ടായത്. അധിനിവേശ സസ്യത്തിൽ പറക്കുന്നത് ഞങ്ങളതാ പുറപ്പെടുകയാണ്. എല്ലാവരും സെറ്റായി ചിലപ്പം പുല്ലും പറിച്ചോണ്ട് ഷബാന ഇവിടെ എന്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞേ? അണലിയോ? ഇവിടെ നല്ലോണം ഉണ്ട് പറഞ്ഞില്ലേ? അണലിയുണ്ട്, അണലിന്റെ വാർത്തയില്ല. അണലിന്റെ ഇതല്ലേ ടവർ? ഇതാണ് ടവറിന്റെ ചോട്ടിലാണ്. വള്ളി അത്യാവശ്യം നല്ല ലെങ്ത് പോയി, നല്ല ലെങ്ത്. ഇത് ഞാൻ സുരുട്ടി വെച്ചിരിക്കും, ഫുള്ള് ലെങ്ത്. ഒരു ചെടി, ഇത് ഒരു ചെടിയാണ്, നല്ല ലാങ്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇവിടെ വർക്ക് തുടങ്ങി. ഒരുപാട് നമ്മളെ ആനത്തൊട്ടാവാടി അല്ലേ, അതിൻ്റെ ഉന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫിൻ്റെ പിള്ളേർ. 40-40 അംഗങ്ങളുണ്ട്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്, അതെ. അപ്പം ഇതിന് നമുക്ക് നല്ല വർക്കിനൊരു എന്താ പറയുക, ഒരു കുളിർമാന്നനാവില്ല പച്ചവെള്ളത്ത് പോകുന്നത്. ചെറിയൊരു റിസ്ക് ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ആൾക്കാർ ഏറ്റപ്പുത്തുള്ള സ്ഥലത്താണ് ഈ ചെടി പറിക്കുന്നത്. അനിമൽസിന്റെ ബോഡിയിലിരിക്കും, അതിന്റെ സീഡ്സ് വന്ന് ആ സമയമാകുമ്പോഴേക്കും അവർ പോകുന്ന വഴിയിലെല്ലാം സ്പ്രെഡ് ആക്കും.
ഇങ്ങനത്തെ ഒരുപാട് കണക്കിന് താല്പര്യം കൊടുക്കാണ് ഇതാ മല്ലി പറഞ്ഞേ ഇതാണ് കൊടികുത്തിമല. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് അമ്മിണിക്കാടിൻ്റെ അടുത്താണ് ഈ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. 6 കിലോമീറ്റർ നല്ല കുത്തനുള്ള കയറ്റം കയറി നമുക്കിവിടെ എത്തിച്ചേരാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശന സമയം. 40 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 20 രൂപയും. ഈ വഴി വരുന്നവർ കുപ്പിവെള്ളം തീർച്ചയായും കയ്യിൽ കരുതുക. ഇതിൻ്റെ മുകളിൽ ചായ സ്നാക്സോ ഒന്നും കിട്ടുകയില്ല. മാത്രമല്ല അംഗവൈകല്യമുള്ളവരോ അതുപോലെ ശാരീരിക പ്രശ്നങ്ങളുള്ളവരോ ഈ വഴി വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ടിക്കറ്റ് കൗണ്ടർ മുതൽ വാച്ച് ടവർ വരെ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.